സ്നേഹമുള്ളവരെ, പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വീണ്ടും എത്തുകയാണ്. ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാമെന്ന് വിചാരിക്കുന്ന വിഷയം മറ്റൊന്നുമല്ല, നമ്മൾ ഈ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഉദ്ഘാടനവുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരിയേറെ ചർച്ചകൾ നടക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചു കാണും. ആരാണ് ഈ പദ്ധതി ആരംഭിച്ചത്, ഇത് ആരുടെ പാർട്ടിയാണ് ഇത് നടപ്പിലാക്കിയത്, അങ്ങനെ ഒത്തിരിയേറെ കാര്യങ്ങൾ അവിടെ ചർച്ച ചെയ്യാവുന്നത് നമ്മൾ കാണുന്നത്. വളരെ രസകരമായ രീതിയിലാണ് പല രാഷ്ട്രീയ നേതാക്കളും ഇതിനെ സമീപിക്കുന്നത്. ചിലർ പറയുന്നുണ്ട്, ഒരു അച്ഛൻ എങ്ങനെയാണ് ഒരു സന്താനം ഉൽപ്പാദിക്കാൻ കഴിവില്ലാത്തൊരു ആൾ പിന്നീട് മറ്റൊരു വ്യക്തിയുടെ കുട്ടിയെ അഡോപ്റ്റ് ചെയ്തുമ്പോൾ അത് എൻ്റെ മകനാണെന്ന് പറയുന്ന പോലെയാണ് ചിലർ വിഴിഞ്ഞം തുറമുഖ പദ്ധതിയെക്കുറിച്ച് പറയുന്നത് എന്ന് പറഞ്ഞൊരു രാഷ്ട്രീയ നേതാവ് പ്രസംഗിക്കുന്നത് കണ്ടു. അതുപോലെ പത്രമാധ്യമങ്ങളിലൂടെയുള്ള നടക്കുന്ന ചർച്ചകളിൽ ഇത് ഉമ്മൻചാണ്ടി സർക്കാരാണ് സ്റ്റാർട്ട് ചെയ്തത്, അല്ലെങ്കിൽ VS അച്യുതാനന്ദനാണ് സ്റ്റാർട്ട് ചെയ്തത്, അന്ന് എതിർത്ത് നിന്നവരാണ് ഇപ്പോൾ അത് നടപ്പിലാക്കിയത്. അങ്ങനെ ഒത്തിരിയേറെ ചർച്ചകൾ നടക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്ന ഒരു വചനഭാഗം ഇതാണ്. 1 കൊറിന്തോസ് 3-ാം അധ്യായം 5 മുതൽ 7 വരെയുള്ള തിരുവചനങ്ങളൊന്ന് വായിക്കുക. അതിന് തൊട്ട് മുമ്പ് നമ്മൾ കാണുന്ന ഒരു കാര്യം, ഞാൻ അപ്പോളോസിൻ്റെ ആളാണ്, ഞാൻ പൗലോസിൻ്റെ ആളാണെന്ന് പറഞ്ഞ് ചേരി തിരിഞ്ഞുള്ള ഒരു ആക്രമണം എന്ന് വേണമെങ്കിൽ പറയാം. പരസ്പരം ചേരാതെ ചേരി തിരിഞ്ഞ് നടക്കുകയാണ്. ഞാൻ അപ്പോളോസിൻ്റെ ആളാണ്, അപ്പോളോസ് വഴിയാണ് ഞാൻ വിശ്വാസത്തിലേക്ക് വന്നത്, അല്ലെങ്കിൽ ഞാൻ പൗലോസിൻ്റെ ആളാണ്, പൗലോസ് വഴിയാണ് വിശ്വാസത്തിന്. പക്ഷേ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണെന്ന് തുടർന്നുള്ള ആ വചനഭാഗത്ത് പറയുന്നുണ്ട്. 5 തൊട്ട് 7 വരെയുള്ള ഇതിൽ അപ്പോളോസ് ആരാണ്, പൗലോസ് ആരാണ്, അവരെല്ലാവരും ആരാണെന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നു. ദൈവം നിശ്ചയിച്ച് തന്നതനുസരിച്ച് നിങ്ങളെ വിശ്വാസത്തിലേക്ക് നയിക്കുവാമെന്ന ശുശ്രൂഷകർ മാത്രമാണ്. ഞാൻ നട്ടു, അപ്പോളോസ് നനച്ചു, പക്ഷേ ദൈവമാണ് വളർത്തിയത്. അപ്പോൾ നനച്ചവനല്ല, നട്ടവനല്ല, പക്ഷേ വിശ്വാസം പകർന്നു നൽകിയ ദൈവത്തിനാണ് പ്രാധാന്യം എന്നാണ് അവിടെ പറഞ്ഞു വയ്ക്കുക. ഇവിടെ ഈ വിഴിഞ്ഞം തുറമുഖ പദ്ധതി പൂർത്തീകരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതേ ഉള്ളൂ. ഇതിനെതിരെ ഒത്തിരിയേറെ പ്രൊട്ടസ്റ്റൊക്കെ നടന്ന കാര്യം നമുക്കറിയാം. കാരണം ഈ ഒരു തുറമുഖം വരുമ്പോൾ അതിലൂടെ ഒത്തിരിയേറെ ആളുകൾക്ക് തങ്ങളുടെ കുലത്തൊഴിൽ നഷ്ടമാകുന്ന ഒരു സാഹചര്യം, ഒത്തിരിയേറെ പേർക്ക് അപകടമായ രീതിയിൽ തിരമാലകൾ ആഞ്ഞടിക്കാനുള്ള സാധ്യതകൾ, അങ്ങനെ ഒത്തിരിയേറെ പഠനങ്ങൾ അതിൻ്റെ വിളിച്ചിട്ട് നടക്കുകയുണ്ടായി. എന്നിട്ട് നമ്മുടെ സഭ പോലും അതിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്തതൊക്കെ നമുക്കറിയാം. അപ്പോൾ ഈ വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് ഇതെല്ലാം ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, ഏതൊരു പ്രോജക്റ്റ് വരുമ്പോഴും അതിന് പോസിറ്റീവായിട്ടുള്ള വശങ്ങളുണ്ട്, നെഗറ്റീവായിട്ടുള്ള വശങ്ങളുണ്ട്. അവസാനം അതൊരു പൂർത്തീകരണത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ പദ്ധതിയിലൂടെ നമ്മുടെ രാജ്യത്തിന് അല്ലെങ്കിൽ നമ്മുടെ ഈ നാടിന് എന്ത് ഗുണമാണുള്ളത്. ഇതിലൂടെ അനേകർക്ക് കടന്നു വരുന്ന തൊഴിലവസരങ്ങളുണ്ട്, അതുപോലെ നമ്മുടെ സാമ്പത്തിക മേഖല വളരാൻ പോകുന്ന ഒത്തിരിയേറെ സാഹചര്യങ്ങളുണ്ട്. അതിൻ്റെ പോസിറ്റീവായ സൈഡിലേക്ക് നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുക. എന്തായാലും ആ പദ്ധതി നമ്മൾ പൂർത്തീകരിച്ചു, അത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. എന്തായാലും നമ്മുടെ നാടിനെ സംബന്ധിച്ച് അതൊരു ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് തീർന്നു. ഇനി അതിനെക്കുറിച്ച് ഓർത്ത് പഴയകാല ചരിത്രത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ച് സമയം പഴക്കേണ്ട ആവശ്യമുണ്ടോ? പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നൊരു കാര്യം അതാണ്. എന്തായാലും ഇത് സംഭവിച്ചതെല്ലാം സംഭവിച്ചു, അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ ഇനി എന്ത്, ആ ഒരു ചോദ്യമാണ് ഇപ്പോഴും നമ്മൾ മുന്നോട്ട് നയിക്കേണ്ടത്. പണ്ട് എന്ത് സംഭവിച്ചു എന്നതിനെക്കുറിച്ചല്ല, ഇനി എൻ്റെ മുമ്പിൽ എന്താണുള്ളത്, അല്ലേ? കൈ ഒടിഞ്ഞതിന് ശേഷം അയ്യോ ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ചായിരുന്നു, കൈ ഒടിയില്ലായിരുന്നു എന്ന് പറഞ്ഞതിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ? എന്തായാലും കൈ ഒടിഞ്ഞു, ഇനി ഈ ഒടിഞ്ഞ അവസ്ഥയിൽ ഞാൻ എന്ത് ചെയ്യാൻ സാധിക്കും, എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, അതല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്. പ്രിയമുള്ളവർ, ഈ ഒരു സംഭവം കാണുമ്പോൾ എൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തകൾ ഇതൊക്കെയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങളൊക്കെ സംഭവിച്ചതിന് ശേഷവും മുമ്പ് ആലോചിച്ച കാര്യങ്ങൾ, അന്ന് ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും അർത്ഥമുണ്ടോ? അപ്പോൾ ഏത് കാര്യം സംഭവിച്ചാലും അതിൻ്റെ അപ്പുറത്ത് നമ്മൾ ചിന്തിക്കുക, അതിന് പോസിറ്റീവായിട്ടുള്ളൊരു തലമുണ്ട്, നെഗറ്റീവായിട്ടുള്ളൊരു തലമുണ്ട്. അതിൽ ഏത് എനിക്ക് തിരഞ്ഞെടുക്കാം? എനിക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കാനാണോ താല്പര്യം? തീർച്ചയായും നിങ്ങൾ ആ ഒരു രീതിയിലൊന്ന് ചിന്തിച്ച് നോക്കിയേ. അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ ലഭിക്കും, ഒത്തിരിയേറെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതം സംഭവിക്കും. ഇവിടെ വിശ്വാസത്തിലേക്ക് കടന്നു വന്നവർ പരസ്പരം 2 ചേരികളായിട്ട് മാറിക്കൊണ്ട് ഞാൻ അപ്പോളോസിൻ്റെ ആളാണ് അല്ലെങ്കിൽ ഞാൻ പൗലോസിൻ്റെ ആളാണ് എന്ന് പറയുന്നതിലല്ല അർത്ഥം. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് ദൈവം അവരെ അതിലേക്ക് നയിച്ചു എന്നുള്ളതാണ്. ദൈവമാണ് ആ വിശ്വാസം അവരിൽ വളർത്തിയത്. അതിനൊരു ഉപകരണമാവുക എന്നത് മാത്രമായിരുന്നു അപ്പോളോസിനെ സംബന്ധിച്ചും പൗലോസിനെ സംബന്ധിച്ചുള്ള ജീവിത നിയോഗം എന്ന് പറയുന്നു. അതുപോലെ നമ്മുടെ ജീവിതത്തിലും ഒത്തിരിയേറെ ജീവിത നിയോഗങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യം സംഭവിച്ചു കഴിയുമ്പോൾ അതിൻ്റെ പോസിറ്റീവ് സൈഡിൽ നിൽക്കുക, നെഗറ്റീവ് വശങ്ങൾ മാറ്റിക്കളയുക. അതിനെക്കുറിച്ച് ഓർത്ത് വേദനിച്ച് അതിൻ്റെ ക്രെഡിറ്റ് എനിക്ക് വേണമെന്ന രീതിയിൽ ചിന്തിക്കാതെ, ഈ രാഷ്ട്രീയ നേതാക്കൾ പലരും ചെയ്യുന്ന ഒരു പരിപാടിയാണ്, ഞാൻ ഈ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ വിഷയം എടുത്തിടാൻ എന്നെ പ്രേരിപ്പിച്ചു. കാരണം ഇതിൻ്റെ ക്രെഡിറ്റ് ഇപ്പോൾ എല്ലാവർക്കും വേണം. ഞങ്ങളുടെ പാർട്ടി വഴിയാണ് ഇത് സംഭവിച്ചത്, അതിൻ്റെ ക്രെഡിറ്റ് നേടുക. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിൻ്റ് എന്ന് പറയുന്നത്, ഏത് രാഷ്ട്രീയത്തിലാണെങ്കിലും നിങ്ങൾ എന്തിനു വേണ്ടിയാണ് നിയമിക്കപ്പെട്ടിട്ടുള്ളത്? ഈ സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയാണ്. നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ജനങ്ങളെ കൈപിടിച്ചുയർത്തുക, അതാണ് നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. അതിൽ ക്രെഡിറ്റ് എടുക്കുക എന്നുള്ളതല്ല, മറിച്ച്
ഏത് പാർട്ടിയാണെങ്കിലും ഈ ഒരു പദ്ധതിയിലൂടെ ഞാനായിരിക്കുന്ന എൻ്റെ സമൂഹത്തിന് എന്ത് നന്മ ലഭിക്കും, എത്രമാത്രം ഉയരത്തിലേക്ക് ഈ പദ്ധതി നമ്മളെ ഓരോരുത്തരെ നയിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട കാര്യം പരിഗണിക്കാതെ മറ്റ് നിസ്സാരമായ ക്രെഡിറ്റ് നേടാനും അതിൻ്റെ പുറകെ നടക്കാനും നിങ്ങൾ പോകാതിരിക്കുക. അതിൻ്റെ പേരിൽ എൻ്റെ സഭയിൽപ്പെട്ടവർ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ചർച്ചയാണ്. ഇത് ആര് വേണമെങ്കിലും എടുത്തോട്ടെ ക്രെഡിറ്റ്. അതിനേക്കാൾ ഉപരി ഈ പദ്ധതി ജനങ്ങളുടെ നന്മയ്ക്കായിട്ട് മാറണം. അതിനുവേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ആ ഒരു അവസരമാണ് നമ്മുടെ മുമ്പിലുള്ളത്. പരസ്പരം നിങ്ങൾ പള്ളിയിൽ വന്ന് പള്ളിയിൽ നിന്ന് തിരിച്ചു പോകുന്ന അവസരത്ത് ഈ പദ്ധതിയെക്കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കിയതിന് യാതൊരു കാര്യമില്ല. ഇതിലൂടെ നമ്മുടെ നാടിന് എന്ത് ഗുണമാണുള്ളത്, ആ ഗുണം ലഭിക്കണമേ. അത് ഏത് പാർട്ടിയാണെങ്കിലും കുഴപ്പമില്ല. അതിലൂടെ ഈ നാടിന് ലഭിക്കേണ്ട എല്ലാ ഗുണങ്ങളും ലഭിക്കണമെന്ന് ആഗ്രഹിച്ച് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. അതുവഴി നമ്മുടെ സമൂഹം കൂടുതൽ തുറവിയോടുകൂടെ എല്ലാ പദ്ധതികളെയും സ്വീകരിക്കുവാനും അതൊക്കെ നമ്മുടെ നാടിൻ്റെ നന്മയ്ക്കായിട്ട് ഉപയോഗിക്കുവാനും ശ്രദ്ധിക്കട്ടെ ഈ ഒരു വീഡിയോ. അതിനുവേണ്ടി നിങ്ങളെല്ലാവരും ഒരുക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ക്ഷമയോടെ കാത്തിരിക്കുക.